അപ്പോൾ സർവ്വമായി ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. അതില് വലിയ എക്സ്പ്ലനേഷൻ വേണ്ട എന്നതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ ചെയ്യാതിരുന്നത്. ബട്ട് കുറച്ച് പേര് എന്നോട് ഇതിലെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാന്ന്. അങ്ങനെ ഡൗട്ടുള്ളവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. ശരിക്കും എന്നോട് ചോദിച്ച മിക്കവരുടെയും ചോദ്യം ഇതായിരുന്നു, നിവിൻ പോളി തന്നെ ആയിരുന്നോ ഡെലുലുവിന്റെ ശരിക്കുള്ള ലവർ എന്ന്. സത്യം പറഞ്ഞാൽ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ഞാൻ തന്നെ വട്ടടിച്ചു പോയി. കാരണം അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യം ഒന്നുമില്ലാതെ നിവിന്റെ ക്യാരക്ടർ അല്ല എന്ന് പടത്തിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് പരിചയമുള്ള ആളാണെങ്കിൽ അവൾക്ക് തിരിച്ചറിയാനുള്ള ഓർമ്മ ഇല്ലെങ്കിൽ പോലും നിവിന്റെ ക്യാരക്ടർ അറിയുമായിരിക്കുമല്ലോ. അപ്പോൾ കുറേ പേര് ചോദിക്കുമായിരിക്കും ഫോട്ടോ ഒന്നും കാണാതെ ചാറ്റ് ചെയ്ത് മാത്രം അടുത്തതായിക്കൂടെ എന്ന്. അങ്ങനെയും ചാൻസ് കാണുമല്ലോ എന്നൊക്കെ. പക്ഷേ മായയുടെ ഫ്ലാഷ് ബാക്കിലായിട്ട് പറയുന്നുണ്ട് ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് ബാംഗ്ലൂരിൽ വെച്ച് പരിചയപ്പെട്ടതാണെന്ന്. അപ്പോൾ നേരിൽ കാണാതെ ഫോട്ടോയും കാണാതെ എന്തായാലും പ്രേമിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാനും കാരണമുണ്ട്. താൻ പ്രേമിക്കുന്ന ആൾ തന്നെക്കാൾ പ്രായം കൂടുതലുണ്ട്, താടിയുണ്ട്, പിന്നെ പുള്ളിക്കാരൻ ക്രിസ്ത്യൻ ആണ് എന്ന് കൂടി ഇതിൽ പറയുന്നുണ്ട്. ആ ഒരു സെയിം സാധനം വെച്ചിട്ട് തന്നെയാണ് മായയുടെ അമ്മ പോലും അവസാനം നിവിന്റെ ക്യാരക്ടറിനോട് ചോദിക്കുന്നത് അവൾ സ്നേഹിച്ച ആൾ തന്നെ അല്ലേ എന്ന്. നിവിന്റെ ക്യാരക്ടർ അത് സമ്മതിക്കുന്നുണ്ട്. നിവിന്റെ ക്യാരക്ടർ വിചാരിച്ചിരുന്നാൽ ശരിക്കുള്ള കാമനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അത് ചെയ്യാതിരുന്നത്? മായയ്ക്ക് വേറൊരാളെ ഇഷ്ടമായിരുന്നെങ്കിലും അയാൾക്ക് ആ ഒരു ഇഷ്ടം തിരിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മായയെക്കുറിച്ചൊന്നും പുള്ളിക്കാരൻ പിന്നെ അന്വേഷിക്കാതിരുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കാണുകയെങ്കിലും ചെയ്യുമായിരുന്നു പേരൻസിനെ. ഈ ഒരു ആംഗിൾ തന്നെ ആയിരിക്കാം പ്രഭേന്ദുവിന്റെ ക്യാരക്ടറും ചിന്തിച്ചിട്ടുണ്ടാവുക. അവസാനം പ്രഭേന്ദു അവിടെ വരാനുള്ള കാരണം മായ അവസാനം ഇഷ്ടമാണെന്ന് പറഞ്ഞത് പ്രഭേന്ദുവിനോടാണ്. മായയുടെ സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ പ്രഭേന്ദുവിന് മനസ്സിലായി അവളുടെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നത് അവൾ സ്നേഹിച്ച ആളെ അവരുടെ പേരൻസിനെ കാണിക്കണം എന്നതായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ക്ലൈമാക്സിൽ നടന്നത്. മായയ്ക്ക് ശരിക്കും അവസാനം ഇഷ്ടമായിരുന്നു നമ്മുടെ പ്രഭേന്ദുവിനോട്. അപ്പോൾ താൻ ഇഷ്ടപ്പെട്ട ആളെ തന്നെയാണ് അവളുടെ അമ്മ അവിടെ കണ്ടത്. അല്ലാതെ അവളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാത്രമല്ല പ്രഭേന്ദു അവിടെ പോയത്. അത് അവൾക്ക് സന്തോഷമായിട്ടുണ്ട്. അതാണ് അവസാനത്തെ ആ ഒരു കാറ്റ്. അല്ലാതെ അവൾ ആദ്യം പ്രേമിച്ചത് പ്രഭേന്ദുവിനെ അല്ല. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവസാനം നിവിന്റെ ക്യാരക്ടറെ കെട്ടിപ്പിടിക്കാനായിട്ട് ദിലീപിന് പറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ട് സംശയിക്കുന്നവരുണ്ട്. അത് അവളുടെ ആ ഒരു സെയിം ഇൻസിഡന്റ് പോലെ നടന്നത് കൊണ്ടാണ്. അതാണ് അവൾക്കെല്ലാം ഓർമ്മ വന്നതിനും കാരണം. പിന്നെ വേറൊരു ഡീറ്റെയിലും കൂടി പറയാനുണ്ട്. ഡെലുലു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ട് അതിനകത്ത്, ആ ഒരു കുർത്തി എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു കുർത്തി ഓർഡർ ചെയ്യുന്നുണ്ട്. അവൾ പറയുന്നതും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുർത്തി അവൾക്ക് ഇടാൻ പറ്റുന്നില്ല എന്നാണ്. ബാക്കി എല്ലാ ഡ്രസ്സും ഇടാൻ പറ്റുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ആ ഡ്രസ്സ് ഇട്ട് പോയപ്പോൾ ആണ് അവൾക്ക് ആക്സിഡന്റ് ആകുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പിങ്ക് കുർത്തി അവൾക്ക് ഇടാൻ പറ്റാത്തത്. എനിക്ക് തോന്നുന്നു അവസാനം അവളുടെ വീട്ടിൽ പോയി നിവിൻ നോക്കി നിൽക്കുന്ന ആ ഒരു ഫോട്ടോയിലും ആ ഒരു കുർത്തി തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.